നമസ്കാരം. LDF ഇറങ്ങുകയും UDF കയറാനും പോകുന്ന ഒരു അവസരമാണ് നമ്മൾ കാണുന്നത്. ഈ രാഷ്ട്രീയ മാറ്റം വളരെ ശ്രദ്ധേയമാണ്. ഇത്രയും കാലം തിന്നുമുഴുത്ത് തടിച്ചു വീർത്ത LDFകാർ ഇനിയും പട്ടിണി കിടക്കാൻ പോവുകയാണ്. ഇത്രയും കാലം പട്ടിണി കിടന്ന UDFകാർ വിശന്നു വലഞ്ഞ സിംഹത്തെ പോലെ എല്ലാം പിടിച്ച് തിന്നാനുള്ള ആക്രാന്തത്തിലുമാണ്. ഏറ്റവും വലിയ രസം, ഈ ഭരണമാറ്റം ഏറ്റവും കൂടുതൽ കാണുന്നത് പോലീസിലാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അവൻ പറഞ്ഞ അവൻ്റെ ഒരു വേദന അവനോട് പങ്കിട്ടു. DYSPമാരെ വരെ ഭരിക്കുന്ന ഒരു സുഹൃത്താണ്, CPM കാരനാണ്. നേരത്തെയൊക്കെ രാവിലെ DYSPയൊക്കെ വിളിച്ച് എന്തുകൊണ്ട് വിശേഷം ലോഹിയൊക്കെ ചോദിക്കുമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി DYSPമാരെയൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഞാൻ ചില തിരക്കായി പോയി എന്ന് പറയാറുണ്ട്. ഇങ്ങനെയാണ് ഈ ഭരണമാറ്റം വരുമ്പോൾ കുട്ടി സഹാക്കൾ ആകമാനം പ്രശ്നത്തിലാണ്. ഇഷ്ടം പോലെ ക്രിമിനൽ കേസുകൾ കുട്ടി സഹാക്കളുടെ പേരിലുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അനുഭവിക്കാൻ പോകുന്നത് അവരാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പലരും പല പാർട്ടികളും വിട്ട് CPMൽ പോയവരുണ്ട്. അവരുടെ ഗതിയാണ് കഷ്ടം. ഇനിയും കാപ്പായും കുന്തവും കുടച്ചക്കറും എല്ലാം വരും. എന്തായാലും ഈ ഭരണമാറ്റം വളരെ ശ്രദ്ധേയമാണ്, ആവശ്യമാണ്, അവശ്യമാണ്. പട്ടിണി കിടക്കുന്ന കോൺഗ്രസ്സുകാരും കുറച്ചൊക്കെ തിന്നട്ടെ. പക്ഷെ രസം അതല്ല, ഇനിയും ഉള്ള അടിയാണ് നമ്മൾ കാണേണ്ടത്. മുഖ്യമന്ത്രി കസേരയ്ക്കും അവന് ഓരോരോ കസേരയ്ക്കും ഒരു വർഷം അടിയായിരിക്കും. അവർ ഭരിക്കാൻ തുടങ്ങുന്ന ഇനി എന്നാന്നും ഒന്നും അറിയത്തില്ല. അഴിമതിയുടെ കൂത്തരങ്ങായിരിക്കും. കാരണം പട്ടിണി കിടക്കുവാൻ ഇത്രയും കാലം 10 വർഷം കേന്ദ്രത്തിൽ ഭരണമില്ല, എങ്ങും ഭരണമില്ല. ആരും 5 പൈസ പിരിവ് പോലും കൊടുക്കത്തില്ല കോൺഗ്രസ്സുകാർക്ക്. ഇനിയും വേണം പൈസ ഉണ്ടാക്കാൻ. കീറിയ കതറൊക്കെ കുത്തിത്തയ്ച്ചിട്ട് നമ്മുടെ കോൺഗ്രസ്സുകാർ ഇനി ഇറങ്ങും. പോലീസ് സ്റ്റേഷനിലൊക്കെ ചിരിച്ച മുഖവുമായി കോൺഗ്രസ്സുകാർ നിൽക്കുന്ന കാണാം. രണ്ട് മുഖങ്ങളാണ് LDFനും UDFനുള്ളത്. CPMകാർ പോലീസ് സ്റ്റേഷനിൽ ചിരിക്കത്തില്ല. SC ഉണ്ടോ, CI ഉണ്ടോ, അവിടെയൊക്കെ നിൽക്കുന്ന കണ്ടാൽ നമ്മളെ കണ്ട ഇങ്ങനെ എറിഞ്ഞിട്ടൊക്കെ നോക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പോകാറില്ല പോലീസ് സ്റ്റേഷനിൽ. UDF അങ്ങനെ ചിരിച്ച് കളിച്ച് എന്തോ വിശേഷം രോഗിയൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ ആ പോക്ക് വളരെ രസകരമാണ്. എല്ലാവരും തോളയും കൈയിട്ട്. എന്തായാലും LDF ആയാലും UDF ആയാലും അഴിമതി ഉറപ്പാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇരു കക്ഷികളും കാണിക്കില്ല. UDFും LDFും അഴിമതിക്ക് അവർ പരസ്പരം മത്സരിക്കുന്നവരാണ്. CPMല് കേന്ദ്രീകൃത അഴിമതിയും UDFില് വികേന്ദ്രീകൃത അഴിമതിയാണ്. അതായത് CPMൽ അഴിമതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി സെക്രട്ടറി, അങ്ങനെ പോവും. സാധാരണ കുട്ടി സഹാക്കൾക്കൊന്നും 5 പൈസയും കിട്ടത്തില്ല. അവർ പണിയെടുക്കുക അത്രമാത്രം. പക്ഷേ കോൺഗ്രസ് അതല്ല. ആർക്കും വാളെടുത്തോൻ വെളിച്ചപ്പാട്, ആർക്കും അഴിമതി കാണിക്കും, ആർക്കും പൈസ ഉണ്ടാക്കാൻ. കിട്ടുന്നവർ പോക്കറ്റ് വെക്കും, അവരുടെ കാര്യം നോക്കും. പക്ഷേ CPMൽ അങ്ങനെയല്ല. എല്ലാം പോക്കറ്റ് വെക്കാൻ പറ്റത്തില്ല. പാർട്ടിക്ക് കുറച്ച് കൊടുക്കണം, അങ്ങനെ പോക്കറ്റ് വെക്കാൻ പറ്റും. പിന്നെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ കൊടുത്തേ പറ്റും. കോൺഗ്രസിൽ അവന് കിട്ടിയാൽ അവൻ്റെ കയ്യിലാണ്. അങ്ങനെ ഇനി രസകരമായ കാലഘട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കിതെല്ലാം കണ്ട് രസിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ദുഃഖമോ സന്തോഷമോ ഒന്നും വേണ്ട. ഇത് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.